ഹലോ, ആ നിങ്ങൾ കൊടുത്തതാണോ? ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ആ അപ്പൊ ഇവിടെ വന്ന് നോക്കണം. ശരി. സാറേ, ഗുഡ് മോർണിംഗ് സാർ. ഹാവ് എ നൈസ് ഡേ. സാറേ, ആ ഇതെന്റെ അളിയനാണ്, എന്റെ പെങ്ങളെ ഭർത്താവ്. സാറേ, അതായത് താഴത്തെ ഒറ്റ നില ഉണ്ടായിട്ടോ, ഒറ്റ നില സൗകര്യം, ഒരു നില മാത്രമായിരുന്നു വീടുണ്ടായത്. അളിയന് സൗകര്യം കുറവ്. മുകളിലും കെട്ടിയിട്ട് ഗണപതി ഹോമം കഴിഞ്ഞു, പാല് കാച്ചലും കഴിഞ്ഞു. ആ ക്ഷണിക്കാൻ വന്നതാ. അത് എന്തായാലും ഞാൻ ക്ഷണിക്കും സാറേ. അപ്പൊ ഇതിന്റെ കാര്യങ്ങളെല്ലാം വരുമ്പോ അല്ല കള്ളാസെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന്റെ സാങ്ഷൻ ഇതൊരൈറ്റം, എന്നാലും ബാക്കി കാര്യങ്ങൾ നടക്കാൻ പറ്റൂ. നികുതി അടക്കണം, കുറെ കാര്യങ്ങളുണ്ടല്ലോ സാറേ. അതിന്റെ സാങ്ഷൻ അടക്കം ഒപ്പിട്ടായിരുന്നു. ഫയലാ അതിന്റെ എല്ലാ കള്ളാസ. ആ ഇതിനൊരു രീതിയില്ലേ? ഓ, ഇതവിടെ ഫ്രണ്ട് ഓഫീസ് കാണിക്കുക. അപ്പൊ അവിടുന്ന് ക്ലർക്കിന് കൈമാറും. ക്ലർക്ക് അത് ഓവർസിയർക്ക് കൈമാറും. ഓവർസിയർ അത് നോക്കിയിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്റെ മുമ്പിലേക്ക് കൊണ്ടുത്തരും, ഞാൻ സൈൻ ചെയ്യും. ഇതാണ് അതിന്റെ രീതി. ഞാൻ എഞ്ചിനീയർ, നീ ഇവിടുത്തെ പ്യൂണ് അല്ലേ? അതെ സാറേ. അന്നത് പോയി ചെയ്യും. ഫ്രണ്ട് ഓഫീസ് കാണിച്ചു. അപ്പൊ ക്ലർക്കിന്റെ അടുത്ത് പോയി, ക്ലർക്കിന്റെ അടുത്ത് ഓവർസിയർ അടുത്ത് പോയി. എന്തിനും പ്യൂണ് വേണ്ട സാറേ, എല്ലാം കൈമാറാൻ വേണ്ടിട്ട്. അപ്പൊ ഓവർസിയറുടെ അടുത്ത് ഞാൻ നേരിട്ട് എളുപ്പത്തിൽ കൊണ്ടുവന്നു സാറേ. അളിയന്റെ കാര്യല്ലേ. ഇതിനെങ്ങനെ സാങ്ഷൻ തരും സാറേ? ഇത് റോഡിൽ നിന്ന് 3 മീറ്ററിലെ ഡിസ്റ്റൻസ് ഉള്ളൂ. അതെ, 3 മീറ്റർ പോരല്ലോ, 6 വേണ്ടേ? 6 മീറ്റർ ദൂരെ തന്നെ വീടുണ്ടായത്. പക്ഷെ റോഡിന് വീതി കൂട്ടുമ്പോ 3 മീറ്ററും കൂടെ എടുത്തു. നമ്മളെ സ്ഥലം, അടിയന്റെ സ്ഥലം, സ്വന്തം സ്ഥലം എടുത്ത് കൊടുത്താൽ അങ്ങോട്ട്. ഇത് ആദ്യം താഴത്ത് വീട് പണിയാനേ പെർമിഷൻ തരാൻ പാടില്ല. സാർ, നാടിന് വേണ്ടി ഒരു സന്നദ്ധ പ്രവർത്തനം നടത്തി അല്ലെ ജീവകാരുണ്യ ആത്മീയ നേതാവാണ് സാർ. ആദരം കൊടുക്കേണ്ട ഒരു മനുഷ്യനാണ് അയാള്. ആരെ ആദരം? സാറൊക്കെ ഒരു പക്ഷേ ആ റോഡ് വരെ പോകുമ്പോൾ വണ്ടി എടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ആവും. 3 മീറ്റർ ഉണ്ടാകുമ്പോ നമുക്ക് 3 കൂടെ കൊടുത്തപ്പോ ആർക്കാണ് സാർ അതിന്റെ ഗുണം ചെയ്യുന്നത്? രണ്ടാം നില എടുക്കുന്ന സമയത്താണ് 3 മീറ്റർ വീണ്ടും പോയത്. ആദ്യം വീട് പണിയുമ്പോ 6 മീറ്റർ ഉണ്ടായി. പിന്നെ അത് ഞാൻ ഈ രണ്ടാം നില പൊങ്ങുന്ന സമയത്ത് 3 മീറ്റർ വീണ്ടും പോയി. ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. എനിക്ക് ചില പരിമിതികളുണ്ട്. ബിൽഡിംഗ് റൂള് നോക്കണം, അതിനനുസരിച്ച് ചെയ്യാൻ പറ്റൂ. അതിനകത്ത് വെള്ളം ചേർക്കാൻ പറ്റില്ല. ഇയാൾക്ക് എന്നെ അറിയില്ല, തനിക്ക് എന്നെ അറിഞ്ഞൂടെ? അറിയാം. ഇത് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾ വേണമെങ്കിൽ കോടതി പൊക്കോ. കഷ്ടപ്പാടും പാവപ്പെട്ട ഒരാളിയാണ് സാർ രണ്ടാം നില കിട്ടിയത് സാറേ. പൊക്കോ പോവാണല്ലോ സാറേ. എന്തെന്ന് പറയണ്ട സാറേ, അളിയന്റെ ഒരു കാര്യം, ഒരു ഒപ്പ് മതി. നമ്മ വീട്ടിലെ സഹപ്രവർത്തകനല്ലേ, ചെയ്യണ്ടേ? അതിനൊരു നന്ദിയില്ല സാറേ. എത്ര ചായ ഞാൻ മേടിച്ചു കൊടുത്തത്. അതെ, ഒരു കാര്യം ഞാൻ പറയട്ടോ. ഒന്നല്ലെങ്കിൽ സാറ് ട്രാൻസ്ഫർ ആയി പോണം, അല്ലെങ്കിൽ ചാവണം. അല്ല, പറഞ്ഞു പോണതാണ്. ഇങ്ങനെ സാറ് ഇവിടെ നിന്നാണല്ലോ 10 വയസ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ ഓവർസിയർ എന്നറിയാലോ. അറിയാം. എന്റെ ഇക്കാക്കന്റെ ഒരു വീടിന്റെ പ്രശ്നത്തിന് വേണ്ടി ഞാൻ മൂപ്പരത്ത് വീട് മൂപ്പരെന്നെ ആട്ടിയതാ, അറിയാം എനിക്ക്. പിന്നെ പിയൂണായി എന്നോട് എന്താ ഇരിക്കും പറയാ. ശരിയാണ്. മൂപ്പരടുത്തേക്ക് ഒരു ഫയലും കൊണ്ട് ഞാനും സുഹൃത്തിനൊക്കെ പോണതേ ഹെഡ്മാസ്റ്റർ മുന്നിലേക്ക് കുട്ടികളെല്ലാം പോലെയാ. സത്യം. നാണം കെട്ടുപോയി. ഞാൻ നോക്കട്ടെ. വിളിക്കണേ. സാറ് വിളിച്ചു. സാറിന്റെ മാനം മാറി പോയിട്ടുണ്ടോ ചിലപ്പോ. ഒരുപാട് ചായ മേടിച്ചു കൊടുത്ത ആളല്ലേ എന്റെ സാറേ. സാറേ ഇതെന്താ ഇത്? ഫയൽ ഒപ്പിടാൻ. ഫയലല്ല, ചായ. സമയമില്ലേ? ചായ വാങ്ങിച്ചോണ്ടുവാ. ഫയല് കാണിക്കുന്നു. ചായ കൊണ്ടുവരാൻ പറഞ്ഞു.
ചായ മേടിച്ചോണ്ടിരിക്കും. ഞങ്ങൾക്ക് ചായ മേടിച്ചോ. ഞങ്ങൾക്ക് 3 ചായ മേടിച്ചു. ഈ കട്ടൻ മതിയേ. ഇതൊന്നും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് എപ്പോഴായിരുന്നു സാറ് അത് ഒപ്പിട്ട് കൊടുക്കില്ല. കഷ്ടം. അല്ല ഞാൻ ചോദിക്കുന്നതല്ല, ഇയാളെ ഭാര്യ എങ്ങനെയൊക്കെ ഇയാളെ വീട്ടിൽ സഹിക്കണേ? അതിന് ഭാര്യകളുടെ കൂടല്ലോ. അല്ലേ? അതൊക്കെ ഡൈവേഴ്സ് അല്ലേ? ആരോട് വരണേ നിങ്ങള്? ഡൈവേഴ്സ് ഒന്നും ആവില്ലെന്ന്. മീപ്പുരം മ്യൂച്വൽ കൺസെന്റിൽ ഒപ്പിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിയാ, മൂപ്പര സ്വഭാവം അനുസരിച്ച് ഒപ്പിടില്ലല്ലോ. ചെയ്യൂല. ഇതിപ്പോണ്ടല്ലോ ഈ ഭാര്യനേറ്റ് വിട്ടു നിൽക്കണതിന്റെ ഒരു വെറുപ്പും ആ ഫ്രസ്ട്രേഷനൊക്കെ നമ്മളെ മേലെ കൊണ്ടുകൊണ്ട് ചാമ്പുകണേ. അതാണ് ചെയ്യണത്. അയാൾ അങ്ങനെ കാണിക്കണത് നമുക്കപ്പോ 10 ദിവസം ഉണ്ടാക്കാൻ പറ്റാത്ത. നേരം ഇന്ന് ഒരു പണി നടന്നില്ല കേട്ടോ. എന്തിനു പണിയെടുക്കുന്നു? ശീതള ഒരു വീട് വെക്കാൻ പെർമിറ്റിന് അപേക്ഷിച്ചപ്പോഴേ കുറച്ചധികം ഫീസ് ഉണ്ടെന്ന് വാങ്ങിണ്ടായിരുന്നു. സർക്കാർ കഴിഞ്ഞ തവണ അത് വെട്ടി കുറച്ചുണ്ട് അല്ലേ? അപ്പൊ ആ ബാക്കി പൈസ അങ്ങോട്ട് തിരിച്ചു തരാൻ വേണ്ടിട്ട് ഒരു അപേക്ഷ ഇവിടെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ തവണയെ അവിടെ കയറി ഇറങ്ങണം. കാശോടെ ശീതളേട്ട, അത് ശരിക്കും എന്റെ സെഷനിൽ പെടുന്നതല്ല, അത് സുധേട്ടന്റെ സെഷനിലാണ്. അത് ശരിക്കും ചോദിക്കേണ്ടത്. സുധേട്ടൻ ഇയാള് അവിടെ ചോദിച്ചാൽ മതി. എന്താ അവിടെ പേന ഇവിടെ വീണു. അത് തറിയാം. ഞാൻ എടുത്തു തരണോ? വേണ്ട, കിട്ടി. എന്താ ചെയ്ത? അല്ല, എനിക്ക് കുറച്ച് പൈസ ഇവിടെ നിന്ന് കിട്ടാണ്ടായിരുന്നല്ലോ, അറിയാലോ. മറ്റേ അവിടെ കുറെ തവണയായിട്ട് വരുന്നു. പേപ്പറൊക്കെ ഞങ്ങൾ റെഡിയാക്കിയല്ലോ. ഞങ്ങളിവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിക്കണം. അതെ, എന്നാ ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യട്ടെ. എന്നാ അല്ല, അങ്ങനെയല്ല, ഇനി ചെയ്യാനുള്ളത് സാറാണ്. എഞ്ചിനീയർ സാറ്. സാറ് ഹെഡ്. ഒറ്റണത്തിന് ഹെഡ് ഉണ്ടാവില്ല കേട്ടാ, മനസ്സിലായില്ലേ? കാശിന്റെ കാര്യമൊക്കെ സാറാണ്. അറിയാലോ. അറിയാലോ, ശരിക്കും അറിയാലോ. പണിയെടുക്കറ. അന്ന് വന്നപ്പോഴേ മുഖത്ത് 2 വെട്ടലുണ്ടായുള്ളൂ. ഞാൻ ശ്രദ്ധിച്ചു, 3 വെട്ടുണ്ട്, ഒരെണ്ണം കൂടുതലാ. പിന്നെയും കളി നടന്നുണ്ടാവും. ഇരിക്കൂ. ഈ സാധനം എടുത്ത് മാറ്റിയാണ്. മാറ്റിക്കേ, മോങ്ങാണ്ടേ. ഇത് മാറ്റി വെച്ച പഴയൊക്കെ എന്താ പൈസ എവിടെ? പൈസ എവിടെയെന്ന്? ആ പൈസ വരും കേട്ടാ. എങ്ങനെ വരണ? അത് വന്നോളൂ. പ്ലെയിനിലോ? പൈസ എവിടാ? എന്തുട്ടാ നീ നോക്കണേ? പൈസ വരും പറഞ്ഞില്ലേ? പൈസ എങ്ങനെ പറഞ്ഞ? എന്ത് മൊയ്തോ വിളിക്കണല്ലേ? എന്തൊക്കെ കെട്ടിത്തിരിക്കണേ? സാറ് പോരി. എന്തിന് എന്താ ഐസ് കച്ചവടം നടത്താ? പിന്നെന്താ വിളിച്ചില്ലേ? എന്താ കേസ്? അത് സാറേ, അത് എന്റെ സെഷനിൽ വരുന്നല്ലോ. എന്താ അത് എനിക്കറിയാം. അത് ചെയ്തു കൊടുക്കണ്ടേ? ആ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കട്ടെ കേട്ടാ. സാർ, ശീതളേട്ട ശരിക്കും ഞാൻ അവിടുത്തെ പറഞ്ഞില്ലേ സാർ, ഇത് സുഖത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഞാനല്ലാതെ കൈകാര്യം ചെയ്യണം. അതാണ്. സുധൻ ചോദിക്കാം. സാർ, എന്താ അത് ചെയ്തു കൊടുക്കാത്തത്?
ദാ പൈസ ഏതാ മനസ്സിലായില്ലേ എനിക്ക്? ഞാനത് എന്നോ പറഞ്ഞാലേ അപ്പൊ പറഞ്ഞു പറഞ്ഞു. പിന്നെന്താ ചെയ്തു കൊടുക്കാത്തത്? അല്ല, സർക്കാർ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് എന്നല്ലാണ്ട് അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, കാശ് വരാൻ തുടങ്ങിയിട്ടില്ലല്ലോ സാർ. പൈസ വന്നില്ല. അതെ. അതേ വെറുതെ കളിക്കാൻ കരുതട്ടാ. അല്ല, പൈസ വരാതെ നമ്മൾ അങ്ങനെ വന്നിട്ടില്ല, അതാണ്. കെട്ടിട നിർമ്മാണ പെർമിറ്റിനുള്ള ഫീസ് എന്ന് പറഞ്ഞിട്ട് 17,000 ഉറുപ്പ്യാണ് എന്റെ എണ്ണി വാങ്ങിയിട്ടുള്ളത്. 17,000 ഉറുപ്പ്യ. അത് 8,000 ഉറുപ്പ്യ ഉള്ളൂന്ന് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ ബാക്കി 9,000 ഉറുപ്പ്യ എനിക്ക് കിട്ടണം. തിരിച്ചു വരും. ആ 9,000 ഉറുപ്പ്യ എനിക്ക് ഇപ്പൊ കിട്ടണം. ഇപ്പൊ അല്ല സാറേ അല്ല, അത് പൈസ വന്നു കഴിഞ്ഞാൽ ഉടനെ പൈസ ഉടനെ വന്നാ ഉടനെ തരും. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? ഞാൻ നാള് കുറെ ഇവിടെ കയറി ഇറങ്ങിയതാ. ഇനി ഇതിനു വേണ്ടി കയറി ഇറക്കണ്ട, ഞങ്ങളത് അക്കൗണ്ടിലേക്ക് എങ്ങനെ അക്കൗണ്ടിലേക്ക് ഇടാം. ഞാനേ എന്റെ ടൂൾസ് ഉപയോഗിച്ച് എന്റെ പണി എടുത്തിട്ട് കിട്ടിയ കാശായത്. ആ കാശ നിങ്ങളിവിടെ മേടിച്ചു വെച്ചിട്ടുള്ളത്. ആ ടൂൾസ് ഞാൻ ഒന്നും കൂടി ഉപയോഗിക്കും. എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടാ. അല്ല, അക്കൗണ്ടിലേക്ക് ഇടും എന്ന് പറഞ്ഞാൽ ഇടും. എന്റെ കൺമുമ്പ് എന്റെ അളിയന്റെ അടുത്ത് നാണം കടിച്ച സത്യശീല, നിന്നെ ഒരു പാഠം പഠിപ്പിക്കണ. എന്റെ എച്ചിൽ നീ കുടിക്കും. ലോകത്തിൽ ഒരു അറ്റൻഡർക്ക് ഇതുപോലുള്ള മധുര പ്രതികാരം ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് ഒരു പെർമിറ്റിന്റെ ആവശ്യത്തിനായിട്ട് ഇവിടെ വന്നപ്പോ എന്തൊക്കെ നിയമങ്ങളായിരുന്നു നിങ്ങക്ക്? എത്ര തവണ എന്നെ ഇവിടെ കയറ്റിയിറക്കുന്നുള്ളത്? അയൽപകത്തുള്ള ഏതൊരു തെണ്ടിയുടെ കുളിമുറിയോട് ചോദിക്കണല്ല എന്റെ ബാത്റൂം. എന്തൊക്കെ കഥ നിങ്ങൾ പറഞ്ഞിരുന്നത്? ഈ പേപ്പേഴ്സ് എല്ലാം ശരിയായി വരണ്ടേ, അതിന് വേണ്ടിയിട്ടല്ലേ. ആണല്ലേ? എന്നാ കാശ് തരാ? കാശ് സാർ പറഞ്ഞോടേക്ക് ഇന്നും കൊടുക്കാൻ പറ്റും. പറയടാ, എന്നാ കാശ് തരാ? എന്നിട്ട് 2 ദിവസം. സ്വകാര്യം പറ. സാറ് പറയും. ഒന്നുമില്ല 2 ആഴ്ച. 2 ആഴ്ച അല്ലേ? 2 ആഴ്ചയുള്ള പൈസ തരും. സാറേ ചായ. ആ ചായ പറ. ഇത് സാറിനില്ല ചായ കാണാൻ എന്താ നിനക്ക് ചായ വിഷമം? 200 കുടിക്ക്. ചായ കുഴപ്പമില്ല. അപ്പൊ 2 ആഴ്ച അല്ലെ? അടുത്ത ചൊവ്വ കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റത്തെ ചൊവ്വ. ഈ ചായ മാത്രം ഒരു ഗുണമല്ലോ, നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല. അതുകൊണ്ട് ഞാൻ പോവാട്ടോ. ഓക്കല്ലേ? ഓ, പൈസ ഇടും. വരണേന്റെ പിറ്റത്തെ ചൊവ്വാഴ്ച കേട്ടാ. അറിയണ്ടേ? സാറേ ഇപ്പൊ ചായ എടുക്കാട്ടോ സാറേ. വേണ്ട. അല്ല സാറേ, ഒരു ചായ എടുക്കാം. വേണ്ടടോ. പ്ലീസ് സാറേ, ഒരു ചായ എടുക്കാം. കൊട്ട ഇപ്പൊ തന്നോടല്ല ചായ വേണ്ടെന്ന് പറഞ്ഞത്. ഓരോരുത്തർ നോക്കിക്കണം. ചായ വേണ്ട പറഞ്ഞ പിന്നെ
കാശ് മേടിക്കാൻ പോയ ആളാ. എനിക്ക് പറ്റൂല എന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞാ പോരായിരുന്ന? എന്നിട്ട് എന്തിനാ നിന്നോട് നിന്നെ പറഞ്ഞു വിടാനില്ല ഞാൻ. അത് പറയും. അല്ല, നിങ്ങൾ എന്തിനാണ് സത്യത്തെ അവിടെ വരെ പോയത്? എന്തിനാണ് പോയത്? പൈസ മേടിക്കാൻ വേണ്ടിട്ടല്ലേ? എന്നിട്ട് പിന്നെ അവരെന്ത് പറഞ്ഞെന്നാ നിങ്ങൾ ഈ പറയണത്? ഞാൻ പറഞ്ഞത് നിനക്ക് എന്താ മനസ്സിലാവാത്തത്? എന്നിട്ട് എന്താണ് കിട്ടാത്തെ? കിട്ടാത്തപ്പോ എനിക്കറിയാം, അവരവിടെ നിയമങ്ങൾ പറയാണ്. എന്ത് നിയമം? നിങ്ങൾ കുറെ തവണ പോയില്ലേ നിങ്ങൾ കുറെ തവണ പോയില്ലേ? അപ്പൊ വാതുറന്ന് അങ്ങോട്ട് പറയണം, നമ്മൾ അങ്ങോട്ട് തന്ന പൈസയല്ലേ, അല്ലാതെ അവര് പണിയെടുത്തുണ്ടാക്കണോ ഇനി ആ പൈസ തരാൻ വേണ്ടിട്ട്? നാട്ടുകാർ കേക്കട്ടേനെ. നാട്ടുകാർ വെക്കുന്നു വലിയ ഗുണ്ട. നിങ്ങൾ എന്തിനു കൊള്ളാം മനുഷ്യ, എന്തിനു കൊള്ളാം? എവിടെയെങ്കിലും പോയി തല്ലുണ്ടാക്കിയിട്ട് വന്നാലും അത് പരിഹരിക്കാനും ഞാൻ വരണം. അതിനു പോലെ കഴിയില്ലാത്തൊരു ഗുണ്ട. മിണ്ടാന്ന് കാല് വരുന്നോന്ന് വെറുതെ നാണം കടത്താൻ നിക്കണത്. ആൾക്കാർ കേൾക്കും മിണ്ടാണ്ടിക്ക്. അത് നിങ്ങൾക്ക് അറിയാം. ശീതളത്തിന് ഒരു കത്തുണ്ട്. ശീതളേട്ടൻ്റെ ഒരു കത്തുണ്ട്. ആരപ്പോ നിങ്ങൾക്ക് അത്തൊക്കെ അയക്കാൻ വേണ്ടിട്ട്? പഞ്ചായത്ത് കിടന്ന കൊല കഴിഞ്ഞില്ല ഇപ്പൊ? എന്ത് പഞ്ചായത്ത് നിന്ന് വന്നിട്ടുള്ള പൈസ വന്നിട്ടുണ്ട്. അതന്നെ ഇതൊക്കെ ഞാൻ പോയി ചെന്ന് സംസാരിച്ചാൽ നടക്കാറുണ്ട്. എനിക്കൊരു സമയമില്ല. അത് രാഘവന്റെ മരുവനാന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാ വേഗം കിട്ടിയേ. ഞാൻ ഒരു തേങ്ങയും പറഞ്ഞിട്ടില്ല. ഞാൻ സംസാരിച്ച് ഞാനായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഓ, ഇപ്പൊ രാഘവന്റെ മോനെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചത് മതി. മുഴുവൻ പൈസ ഉണ്ടോ നോക്കട്ടെ. എന്ന് കിട്ടും? അതായത് വായിച്ചേ, വായിക്കാൻ കിട്ടില്ലല്ലോ. കൂടുതലുണ്ടാ? നിങ്ങൾ എന്താണ് മനുഷ്യ ഞാൻ ചെയ്യേണ്ടത്? എന്ത്? 25,000 രൂപ അങ്ങോട്ട് അടയ്ക്കാൻ. അങ്ങോട്ട് അടയ്ക്കാനോ? നീ ശരിക്കും വായിക്കാത്? ശരിക്കും എന്നെ വായിച്ചത്. അവര് പേടിച്ചിട്ട് ഇങ്ങനെ കൂടുതൽ തന്നാ ശരിക്കും വായിക്കും. പൊന്നു മനുഷ്യ, ഇത്രയും നാളെ എപ്പ കിട്ടൂന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 25,000 കണ്ടോ? 25,000 വായിക്കാൻ അറിയാല. 25,000 അങ്ങോട്ട് അടയ്ക്കാൻ. എന്തിനാ? ഏതാണ്ട് കെട്ടിടം പണിയുമ്പോ ഏതാണ്ട് അടയ്ക്കണോന്ന് ഫീസ്. എന്താ നീ പറയണേ? നിങ്ങൾ അവിടെ പോയി എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കി കൊണ്ട് വന്നേക്കണത്? എന്താണ്? അതെ, ഇനി ഞാൻ പൂല കേട്ടോ. ഞാൻ പൂല നീ പറഞ്ഞം. അല്ലെങ്കിൽ ഇനി നിങ്ങൾ പോവണ്ട. നിങ്ങൾ പോയ 50,000 ആക്കി കൊണ്ടുവരും. ഞാൻ പോയി ചോദിച്ചോളാം. എന്താ? അല്ല പിന്നെ എന്താ വെള്ളരിക്കാൻ പറ്റണോ? വരണ്ടെങ്കി വാ. എന്താണ് എന്തപ്പണ്ടായേ? സാറേ, ഇപ്പൊ ഞാനൊരു 5-6 തവണ കയറി ഇറങ്ങണം. മൊയ്ത് സാറിന് അറിയാം കാര്യങ്ങൾ. സോറി സാറേ, അതൊന്ന് ഡിലീറ്റ് ചെയ്തോ. ഞാൻ ഇന്നത്തെ യൂട്യൂബ് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തോട്ടെ. സാറിന് പറ്റാത്ത ഞാനങ്ങനെ ഡീല്. സാറേ, 6-7 കൊല്ലമായി ഞാൻ ഇതിന്റെ പുറകെ കഷ്ടപ്പെട്ടൊരു വീട് വെച്ചത്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്പർ കിട്ടി, കറണ്ട് കിട്ടിയിട്ട് വേണം സാറേ താമസിക്കാൻ. ഇതിപ്പോ സത്യം സാറും മൊയ്തു സാറും വന്നിട്ട് അളന്നല്ലേ? അല്ല, എന്തോ ഒരു ഇതിപ്പോ 1600 സ്ക്വയർ ഫീറ്റ് അല്ലേ നിങ്ങൾ പ്ലാനിൽ കാണിച്ചേക്കണേ? അതെ സാറേ, 1600 സ്ക്വയർ ഫീറ്റ്. ചിലപ്പോ ഇത് അവര് അളന്ന് നോക്കിയപ്പോ 1750 ഉണ്ടല്ലോ. അതെന്ന് പറഞ്ഞാൽ സാറേ, ഇങ്ങനെ പുറകോട്ടൊരു വർക്ക് ഏരിയ പോലെ ഒരു ചാർത്തെടുത്തപ്പോ അതൊന്ന് ഇഷ്ടി വെച്ച് കെട്ടിയതാണ്. പോയില്ലേ? എന്താ സാറേ? 1601 സ്ക്വയർ ഫീറ്റ് ആയപ്പോലും ആ സാർ ഒപ്പിടില്ല. പിന്നെയാണോ ഈ 1750 സ്ക്വയർ ഫീറ്റ്? എന്താ രസം സാറേ, സാറന്നത് സമ്മതിക്കേനി. അതിനിടക്ക് മൂപ്പര് അതിൽ പൈസ കൊടുക്കാൻ നോക്കി. പൈസ കൊടുത്തില്ല. അത് ഞാൻ മാനേജ് ചെയ്ത്. നിങ്ങളന്ന് എന്ത് പണിയാ ചെയ്ത്? പൈസ കൊടുക്കാൻ പാടില്ലേ നിങ്ങള്? അല്ല, മൊയ്തു സാറ് പറഞ്ഞിട്ടും പുള്ളി ഇതൊക്കെ അളന്നിട്ട് താളം തല്ലണ കണ്ടപ്പേ നാട്ടു നടപ്പ് അങ്ങനെയല്ല. അപ്പൊ പൈസക്കാണെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ കൊടുത്തു. എല്ലാരും ഇപ്പൊ ഞങ്ങളെ പോലെ അല്ലല്ലോ, കുറച്ചാൾക്കാർ നല്ലതുണ്ട് ഈ കൂട്ടത്തില്. പക്ഷെ അങ്ങനെ ഒരു കേട്ടുകേൾവില്ലല്ലോ സാറേ. ഇപ്പൊ എന്താ അറിയോ, ഈ സാറെ പോലെ ചില സത്യസന്ധന്മാരുള്ളോണ്ടേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ പേപ്പറാണ് ഇപ്പൊ നീങ്ങാത്തത്. അല്ല സാറേ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഭാര്യനെയും മക്കളെയും മഞ്ഞും മഴയും വെയിലും കൊള്ളാതെ കയറാൻ ഒരു ചെറിയ കൂര ഉണ്ടാക്കിയതാണ് സാറേ. അതെ, ഇത് നടക്കും. ഒരേ ഒരു വഴിയുള്ളൂ. എന്ത് സാർ? എന്ത് വേണേലും ഞാൻ ചെയ്യാം. നിങ്ങക്ക് രാഷ്ട്രീയത്തിൽ പിടിയില്ല?
ആരായിട്ടൊരു അത് നമ്മുടെ നെടുമങ്ങാട് MLA മന്മഥൻ സാറില്ലേ, പുള്ളി വൈഫിന്റെ ചെറിയ റിലേഷനാണ്. രക്ഷപ്പെട്ട് ഈ MLA സാറെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഇതിനിവിടുന്ന് സ്ഥലം മാറ്റിച്ച് വേറെ ആളിവിടെ വന്നാൽ കാര്യം നടക്കും. ഇല്ലെങ്കിൽ നടക്കുന്ന കാര്യം കഷ്ടം. വലിയ കഷ്ടമാണ് സാർ ഇത്. സ്ഥലമൊക്കെ മാറ്റിക്കണം എന്റെ വീടിനൊരു നമ്പർ കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ പിന്നെ ചായ്പ പൊളിച്ചു കളഞ്ഞിട്ട് കറക്റ്റ് 1600 ആക്കിയാൽ മതി. ഞങ്ങൾക്കൊക്കെ തലവേദനയാണ് മൂപ്പര്. ഇവിടെ വരുന്ന ആൾക്കാരോട് മുഴുവൻ ഞങ്ങൾ ഇത് പറയലുണ്ട്. വേറെ മാർഗമൊന്നുമില്ല സാറേ. ആ MLA പോയി കണ്ടോക്ക്. അതാണല്ലേ ഞാൻ സംസാരിച്ചോട്ടെ. ശരി. മാറങ്ങാതെ കയ്യിൽ ചൊടിക്കണം. ഇതെന്താണ്? ഇതെന്താണെന്ന്? ലെറ്റർ എത്ര ലെറ്റർ? എത്ര നേരം എടുക്കും വാങ്ങിക്കാൻ? അരമണിക്കൂർ വേണോ? അല്ല ഇത് മറ്റേ 25,000 റുപ്യ അടയ്ക്കണം. ആ പൈസ ഞങ്ങൾ എന്തിനാ അടയ്ക്കണെന്നാ ഞാൻ ചോദിക്കണേ. ചോദിക്കാനല്ലേ ഞാൻ വന്നേ. എന്തിനാ അടക്കണേ? അല്ല അത് നിങ്ങൾ കെട്ടിടം നിർമ്മിച്ചതിന് ആകെ വന്ന തുകയുടെ 1% കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കണം. എന്തിനാണത്? അല്ല അത് നിങ്ങൾ ഉത്തരവാദിത്തം നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. എന്തിന്? അതായത് ഈ ക്ഷേമനിധി ബോർഡിലെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാനും അവരുടെ ആനുകൂല്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ഫണ്ട്. അതിലേക്ക് നമ്മൾ അടയ്ക്കണം. ഞാൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണെന്നല്ല, എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല. എന്താണ് എന്റെ അച്ഛൻ കൊടുക്കാത്തത്? അത് മൂപ്പര് അപേക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. ഉണ്ടോ? ആ, അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പെൻഷൻ ഉണ്ടോ? എനിക്ക് വാർദ്ധകാല പെൻഷൻ കിട്ടുന്നുണ്ട് 1600. അപ്പൊ പിന്നെ ഇത് കിട്ടില്ല. ഏതെങ്കിലും ഒരു പെൻഷൻ അതെന്താണ് തന്റെ സൗകര്യത്തിന് പറയണത്? അപ്പൊ പിന്നെ കിട്ടൂല, ഇപ്പൊ പിന്നെ കിട്ടൂലെന്ന്. പൈസ മേടിക്കണം. അല്ല നിങ്ങളെ ഇത് ഒന്നിൽ ഒരു പെൻഷൻ കിട്ടുള്ളൂ. 25,000 റുപ്യ അടക്കേണ്ട കാര്യം എന്താന്ന് പറ. അല്ല അങ്ങനെ ഏണിച്ചെങ്കിൽ എന്തിനാ ഞങ്ങൾ താലിയിരിക്കുമ്പോ ആലാടുന്നു നീ പറ. എന്തിനാ അടയ്ക്കണം? അല്ല അത് പറയേണ്ടത് സാറാണ്. ഞങ്ങൾ ഏത് സാറ്? ഞങ്ങളുടെ സാറ് എന്താ അവിടെ നിൽക്കണം? അങ്ങോട്ട് വാടോ. സാർ ഇവിടെ ഉണ്ടോ? ഇതൊക്കെ തിരിയണേ. ആ? എന്താ സുഖത സാറേ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസിലേക്ക് 25,000 റുപ്യ അടയ്ക്കണവര്. അത് അടയ്ക്കണില്ല പറഞ്ഞിട്ട് അപ്പൊ പ്രശ്നം ഉണ്ടാകും. എന്താ മിണ്ടാത്തത്? വായിച്ചു ഞാൻ വേണ്ടു. ആ, ഇതിപ്പോ പൈസ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പൈസ കൊണ്ടുവന്നിട്ടില്ലേ? അല്ല പൈസ ഇപ്പൊ ഇന്ന് അടച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നാളെയോ മറ്റന്നാളോ എപ്പോഴാ സൗകര്യം ഉള്ളത് വെച്ചാൽ കൊണ്ടുവന്ന് അടച്ചാൽ മതി. എന്താ ഇവിടെ എന്ത് തോന്നിയാസോടെ ഈ പറയണേ? പൈസ ഞങ്ങൾ അങ്ങോട്ട് അടയ്ക്കാനാ? സാറാണത്. സാറാണ് നിങ്ങളെ സാറാണെങ്കിൽ ഞാനും തോന്നണോ? തലയിലെടുത്ത് തുള്ളണം. ബഹുമാനൊക്കെ. അല്ല ഇപ്പൊ ഈ പൈസ എന്തായാലും ഇപ്പൊ നമ്മൾ അടയ്ക്കണം. അടയ്ക്കൂല. ഞങ്ങൾ അങ്ങോട്ട് അടയ്ക്കാനുള്ള പൈസക്ക് മാത്രം തനിക്ക് കണക്കല്ലല്ലോ, ഇങ്ങോട്ട് തരാനുള്ളതിന് എന്താണ് കണക്കില്ലാത്തത്? അല്ല അത് ആ കണക്കൊക്കെ ഞാൻ സാറുമായിട്ട് സംസാരിച്ചാണല്ലോ. നമ്മൾ സംസാരിച്ചില്ലേ അത്? ബാങ്കിലിടാന്ന് പറഞ്ഞില്ലേ? ആരോട്? ഇങ്ങേരോടാ? ഇയാൾക്ക് വെട്ടാനും കൊല്ലാനും അല്ലാതെ ഒരു കുന്ത അറിഞ്ഞൂടാ. എന്തേലും പറയാണെങ്കിലേ എന്റെ മുഖത്തേക്ക് പറയണം. അല്ല അതിപ്പോ ഇതിപ്പോ ഒന്നും ഇല്ല. ഞങ്ങൾക്കൊരു 50,000 രൂപയോളം ഇങ്ങോട്ട് കിട്ടാനില്ലേ? ഇല്ലേ? നിങ്ങൾ അധികം മേടിച്ചു വെച്ച പൈസയില്ലേ? ഏതാണ്ട് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറഞ്ഞോണ്ടല്ല. ആ എപ്പ തരും? തൽക്കാലം നിങ്ങൾ ഇതടക്കി അത് കഴിഞ്ഞതിന് ശേഷം ആ പൈസ തരും കേട്ടാ. ഇത്രയും നേരം എന്റെ മര്യാദയുള്ള സ്വഭാവം താൻ കണ്ടത്. ഞാൻ വെടക്കായലുണ്ടല്ലോ, തനിക്ക് അറിയാൻ പാടില്ല. താനെ കൊണ്ട് പൈസ അത് തരാം. അദ്ദേഹം ചർച്ചയ്ക്ക് വെക്കണ്ട, കാര്യം നടത്തിക്കോളും. ഞങ്ങളുടെ പൈസ ആദ്യം എന്താ? ഇത് സർക്കാർ വെച്ചാ ഇത് മണ്ടോതിരിയാ, സംഗതി പാടും. അതെ, സർക്കാർ നിങ്ങൾക്ക് തരാനുള്ള പൈസ സർക്കാർ അനുവദിക്കുന്ന മുറയ്ക്ക് ഞങ്ങൾ തരും. പക്ഷെ നിങ്ങൾ അടയ്ക്കാനുള്ള പൈസ കൃത്യസമയത്ത് അടയ്ക്കണം, അല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും. അത് കൊള്ളാം. അതായത് സർക്കാർ ഞങ്ങൾക്ക് തരാനുള്ള പൈസ സർക്കാരിന് തോന്നുമ്പോ തീരുമാനം എടുത്ത് തന്നാ തന്നു, ഇല്ലെങ്കിലില്ല. പക്ഷെ ഞങ്ങളെ പോലുള്ള പാവങ്ങള് സർക്കാരിന് അടക്കേണ്ട പൈസ നിങ്ങൾ പറയണ സമയത്ത് എവിടുന്നെങ്കിലും കടം മേടിച്ചായാലും അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നിയമ നടപടി എടുക്കും. രീതി അതിന്റെ ഒരു രീതി അതാണല്ലോ.